ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടീമായിട്ടാണ്. ഇപ്പോൾ തണുപ്പ് കാലമാണല്ലോ, അപ്പോൾ തണുപ്പ് കാലത്തിന് പറ്റിയ ഒരു സ്പെഷ്യൽ ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇത് കാശ്മീരിലെ ഒരു സ്പെഷ്യൽ ടീ ആണ്. അവിടെ തണുപ്പാണെന്ന് അറിയാമല്ലോ, അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ ടീ ആണ്, എസ്പെഷ്യലി വിൻ്റർ സമയത്ത്. അതുപോലെ ട്രഡീഷണലായിട്ടുള്ള ഒരു ടീ റെസിപ്പി കൂടിയാണ്. മാത്രമല്ല ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് കൂടെ ഉള്ള ഒരു ടീ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടിയത് സാഫ്രോൺ ആണ്. ഒരു 3 സാഫ്രോൺ എടുത്തൊരു പാത്രത്തിലോട്ട് വെക്കുന്നുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഓളുന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. സാഫ്രോൺ ടീ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണെന്ന് പറഞ്ഞുവല്ലോ. സാഫ്രോൺ ടീയിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. പിന്നെ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് നല്ലതാണ്. പിന്നെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉള്ളവർക്കും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. പിന്നെ വെയിറ്റ് ലോസ് വേണ്ടിയവർക്കും നല്ലൊരു റെമഡിയാണ്. റെഗുലറായിട്ട് എടുക്കാൻ നോക്കണം. പിന്നെ നമ്മൾ ഇതെടുക്കുമ്പോൾ അധികം ആകാതെ നോക്കണം. അപ്പോൾ വെള്ളം ചൂടായി വന്നപ്പോൾ നമ്മൾ സാഫ്രോൺ എടുത്തു വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് അവിടെ ഇരുന്നൊന്നും കുതിർന്ന് വരട്ടെ. വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പാനിൽ തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുന്ന കൂട്ടത്തിൽ 1 ഇഞ്ച് കനത്തിലുള്ള സിനമണും അതുപോലെ 3 കാർഡമം ചതച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം തിളയ്ക്കുന്ന കൂട്ടത്തിൽ ഗ്രീൻ ടീ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് നമുക്ക് ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം എടുത്ത് ചോപ്പ് ചെയ്ത് എടുക്കാം. ചോപ്പ് ചെയ്ത ബദാം ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഇപ്പോഴേ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സാഫ്രോണും വെള്ളം എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നില്ല, വെള്ളത്തിൽ സാഫ്രോൺ ഇട്ട് കുതിർക്കുന്നില്ല എങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ കേട്ടിട്ടില്ലേ, അധികമായാലും അമൃതം വിഷം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഒരു മിതമായ രീതിയിൽ, ഇപ്പോൾ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ രാവിലെ ഒരു ദിവസത്തിൽ 1 ടൈം, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും എന്നുള്ള രീതിയിൽ 2 നേരം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കാൻ നോക്കണം. റെഗുലറായിട്ട് മോർണിംഗ് ടൈമിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഏതെങ്കിലും ഒരു ടൈമിൽ എടുക്കാൻ നോക്കണം. ഇതിൻ്റെ അളവ് കൂടരുത്. അങ്ങനെ വരുമ്പോഴേ ഇത് ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള വരുള്ളൂ, അല്ലെങ്കിൽ ഇത് ദോഷം തന്നെ ചെയ്യും. അപ്പോഴേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ടീ, അതായത് സാഫ്രോൺ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം. ഇപ്പോഴേ നമ്മൾ ഈ സാഫ്രോൺ ടീ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നട്ട്സ് ഇടാം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാമാണ് എടുത്തിരിക്കുന്നത്. മറ്റേ ഗ്ലാസ്സിൽ ബദാമും പിസ്തയും ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടുവല്ലോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.